നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം രജുലേഷ് വട്ടപ്പറമ്പിലാണുള്ളത്. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ സിഇഒ ആണ്. ആധുനിക കാലത്ത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസം, ഗ്ലോബൽ എഡ്യൂക്കേഷൻ വലിയ മാനങ്ങളാണ് നമുക്ക് തരുന്നത്. ആധുനിക കാലത്ത് മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലം എടുത്തു നോക്കിയാൽ പോലും മഹാത്മാഗാന്ധി അടക്കമുള്ളവർക്ക്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർക്ക് വിദേശ വിദ്യാഭ്യാസവും ഫോറിൻ എക്സ്പോഷർ വളരെ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആധുനിക കാലത്ത് അത്തരത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് GSLും രജുലേഷ് വട്ടപ്പറമ്പിലും. ഈ കോൺവെർസേഷൻ ഉണ്ടാകാൻ കാരണം ഏകദേശം വിത്തിൻ 1 മന്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ലിയോണുമായിട്ട് നമ്മളൊരു കോൺവെർസേഷൻ എടുത്തിരുന്നു. അതിൽ വളരെയധികം ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോഴാണ് ശ്രീ രജുലേഷ് അടക്കമുള്ള ഈ രംഗത്തെ വിദഗ്ധർ വിദേശ പഠനത്തിനുള്ള പോസിബിലിറ്റീസ്, അതോടൊപ്പം ചലഞ്ചസ് രണ്ടും അറിഞ്ഞിരിക്കണം. എനിക്കും സമ്മർ സ്കൂൾ, നമ്മുടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഒരു എക്സ്പോഷർ എനിക്കും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകനെയും ഭാവിയിൽ അങ്ങനെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാനെന്ന പേരൻറ്റിനടക്കം അതറിയാൻ താല്പര്യമുണ്ട്. അപ്പം നമുക്ക് രജുലേഷിലേക്ക് വരാം. ആദ്യം രജുലേഷിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രോ കൂടി പറയാം. അതെ. എൻ്റെ പേര് രജുലേഷ് വട്ടപ്പറമ്പിൽ. ഞാൻ UK എത്തിയത് 2006 ഞാൻ ബേസിക്കലി ഫ്രം പെരിന്തൽമണ്ണ, മലപ്പുറം ഡിസ്ട്രിക്ട്. 2006 UK എത്തി. 2006 UK വന്നു. MBA കഴിഞ്ഞു, MBA ഇൻ ഫൈനാൻസ്. 2008 ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഈ ഒരു ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഒരു ഈ ഒരു ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്റ്റാർട്ട് ചെയ്യാനൊരു മെയിൻ റീസൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2006 വരുമ്പോൾ അത്ര പിള്ളേർ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കൽ വളരെ വരുന്നുണ്ട്, പക്ഷേ അത്ര ഒരു വളരെ കമ്മിയായിരുന്നു. 2008 ശേഷമാണ് UK ഗവൺമെൻറ് ഇത് ലിബറലാക്കി കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യാന്നുള്ളൊരു UK യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു UK യൂണിവേഴ്സിറ്റിയിലോട്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഇന്ത്യൻ സ്റ്റുഡൻസിനെ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്റ്റാർട്ട് ചെയ്തത്. 2008 ഞാൻ UK സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് മലയാളീസിൽ ഫസ്റ്റ് പ്യൂർലി UK ഹയർ എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് കമ്പനീസ് ഉണ്ടായിരുന്നു UK, പക്ഷെ അത് പ്ലസ് നേഴ്സിംഗ്, ജോബ് റിക്രൂട്ട്മെൻറ്റ് എല്ലാം കൂടെ ആയിരുന്നു. പ്യൂർലി ഹയർ എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അന്ന് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2008-2010 കാലഘട്ടത്തിലാണ് ഈ ഒരു സെക്ടർ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു അൺഓർഗനൈസ് സെക്ടർ ആയിരുന്നു. താങ്കളുടെ അടക്കം ഇന്റർവെൻഷൻ കൊണ്ട് കുറെയെങ്കിലും ക്രോഡീകൃതമായി നല്ല ട്രസ്റ്റ്വർത്തി ഏജൻസ്, അതായത് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ അതൊരു ലെക്കോ ഫ്ലൂക്കോ അല്ല, ഒരു ട്രസ്റ്റ്വർത്തി ഏജൻസിലൂടെ, ഒരു പൈപ്പ് ലൈനിലൂടെ നമുക്ക് കണക്ട് ചെയ്യാവുന്ന അവസ്ഥയായി ഇന്ന്. ഇത് അതായത് എന്തുകൊണ്ടാണ് ഇത് ഈ നമ്മുടെ കോൺവെർസേഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, വിദേശ വിദ്യാഭ്യാസം വളരെ അട്രാക്റ്റീവ് ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കൗണ്ടർ മറ്റു വശം, അല്ലെങ്കിൽ ഒരു കൗണ്ടർ പെർസ്പെക്റ്റീവും കൂടെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ അതിനോടനുബന്ധമായി ചലഞ്ചസിനെ എങ്ങനെ നേരിടാമെന്നും കൂടെ അറിയാൻ താല്പര്യമുണ്ട്. അതായത് 30,000-ഓളം വിദ്യാർത്ഥികൾ 30 ലക്ഷത്തോളം കടവുമായി തിരിച്ചു വരുന്നു എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ചലഞ്ചസ് എങ്ങനെയാണ്, അവിടെ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടോ, വേണ്ട രീതിയിൽ ജോലി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ വിദേശ പഠനത്തിന് എന്താണ് ഗുണം, സെറ്റിലിങ്ങും ജോലിയും അല്ലെങ്കിൽ അതിനോടൊപ്പം എന്താണ് ഗുണം, ഇത്തരം കാര്യങ്ങളും കൂടെ അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഒന്ന് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാവും. ഒരുപാട് പേര് ഇപ്പോൾ സ്റ്റുഡൻറ് ഡേയ്സിൽ വന്നൊരു ഒരുപാട് പേര് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും പറയുന്നില്ല. ഒരുപാട് പേര് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ 2022-23 ഒരുപാട് ജോബ് റോളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ Tier 2 വിസ കിട്ടാനും വർക്ക് പെർമിറ്റ് കിട്ടാനും ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോബ് വിസ കിട്ടി അന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2024-25 ഒരുപാട് ജോബ് റോളുകൾ ഗവൺമെൻറ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കാം. ഇപ്പോൾ 2023-24 ഷെഫിനെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഷെഫിൻ്റെ റോളൊന്നുമില്ല. ഇപ്പോൾ ഷെഫ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കണ്ടെത്തേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ഥാപനം, ഒരു എന്താ പറയുക, ഒരു ഗ്രോസറി ഷോപ്പ്, അവിടെ മാനേജർ റോളുകൾ, അതേപോലെ തന്നെ ഈ ഷോപ്പ് കീപ്പർ റോളുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വർക്കീസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ
നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ഒന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്നറിയാം, യു കെയിലോട്ട് അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളിലോട്ട് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ യു കെയിലെ ഒരു യൂണിവേഴ്സിറ്റീസും യു കെയിലെ ഗവൺമെൻറ് നമ്മൾക്ക് യാതൊരു ജോബ് ഗ്യാരണ്ടിയും തരുന്നില്ല. ഓൺലി ക്വാളിറ്റി എഡ്യൂക്കേഷൻ മാത്രമേ യു കെ ഗവൺമെൻറ്, ഞാൻ ഇപ്പോൾ യു കെയിലോട്ട് കൂടുതൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ യു കെ ഒരു എക്സാമ്പിളാക്കി എടുക്കാം. മറ്റുള്ള കൺട്രീസ് ഏകദേശം എല്ലാവരും സെയിമാണ്. ഒരു യു കെ യൂണിവേഴ്സിറ്റീസും ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ജോബും നമുക്കിവിടെ ഓഫർ ചെയ്യുന്നില്ല. അവർ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പം നിങ്ങൾക്ക് QS വേൾഡ് റാങ്കിങ്ങിൽ പോകാം. QS വേൾഡ് റാങ്കിങ്ങിൽ പോകുമ്പോൾ QS വേൾഡ് റാങ്കിങ് ഉള്ളത് 1500 ലിസ്റ്റാണുള്ളത്, 1500 യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റാണുള്ളത്. അതിനകത്ത് 70% യു കെ യൂണിവേഴ്സിറ്റീസ് ഈ 1500 ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 120-130 യൂണിവേഴ്സിറ്റീസാണ് യു കെയിലുള്ളത്. അതിനകത്ത് 70% യൂണിവേഴ്സിറ്റീസ് QS വേൾഡ് റാങ്കിൻ്റെ ഈ ടോപ്പ് 1500 ലിസ്റ്റിനകത്ത് വരും. പലപ്പോഴും അവിടെ ഈ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം, അതായത് ഐ എം ബീങ് വെരി ബ്ലണ്ട് ആൻഡ് ഓണസ്റ്റ്, ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ആളാണ്, ഗാന്ധിജിയെ നെഞ്ചത്ത് കുത്തി നടക്കുന്ന വ്യക്തിയാണ്, ത്രിവർണ്ണപതാക കുത്തി നടക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പല യങ്സ്റ്റേഴ്സിൻ്റെയും തെറ്റായൊരു മനോഭാവം ഈ നശിച്ച നാട്ടിൽ നിന്ന് പോയാൽ മതി, ആ അതെ. ഇൻകോട്സ് ഈ നശിച്ച നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഏതെങ്കിലും രീതിയിൽ ഒരു വിദേശ വിദ്യാഭ്യാസം എടുക്കുന്നത്. അതിൽ അവർ പ്രതീക്ഷിക്കുന്നത് ആ വിദേശ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ആ കടം വീട്ടിലേക്ക് കുറച്ച് അയച്ച് സെറ്റിൽ ചെയ്യാം. ഈ ചിന്തയാണല്ലോ ബേസിക്കലി വർക്ക് അതെ ചെയ്യുന്നത്. അതെ 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 അപ്പോൾ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് കുറയുകയാണോ? അത് അങ്ങനെയാണെങ്കിൽ ഇവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഉദാഹരണത്തിന് ഒരു 80% സ്റ്റുഡൻസുകൾ യു കെയിലോട്ട് വരുന്നത് മാസ്റ്റേഴ്സ് കോഴ്സിനാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആക്കി എടുക്കും. ഇപ്പോൾ നമ്മൾ മുൻപൊക്കെ ഞാനൊക്കെ 2006, 2005, 2006 ആ കാലഘട്ടത്തിലൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഒരുപാട് പേര് MBA ആയിക്കോട്ടെ, MSc ആയിക്കോട്ടെ, മറ്റുള്ള മാസ്റ്റേഴ്സ് കോഴ്സുകളെല്ലാം പഠിച്ചിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈവറ്റ് കോളേജിൽ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളോ ഈവൻ കേരളത്തിൽ നല്ലൊരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ 9 ലക്ഷം, 10 ലക്ഷം, 12 ലക്ഷം രൂപ വരുന്നുണ്ട്. അത് 2 ഇയേഴ്സാണ്. ഈ 2 ഇയേഴ്സ് അവർ MBA അല്ലെങ്കിൽ മറ്റുള്ള മാസ്റ്റേഴ്സോ കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നത് 20,000 to 25,000 രൂപയാണ്. പക്ഷെ അത് ഒരിക്കലും അവർക്ക് തിരിച്ചടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പാരൻസ് വിചാരിക്കും, ഓക്കെ, നമ്മളത് മോൻക്കോ മോൾക്കോ വേണ്ടി അവരുടെ ഒരു എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. സെയിം വേ നമ്മൾ യു കെയിലോട്ട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തോട്ട് നമ്മൾ ചിന്തിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ യു കെയിലോട്ട് പഠിക്കാൻ വരുമ്പോൾ മിനിമം മാസ്റ്റേഴ്സിന് 15 to 20, 50 to 20 ലാക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ വരുമ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഈ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ ഇവർക്ക് സേവ് ചെയ്യാനൊന്നും കഴിയത്തില്ല. പക്ഷേ ഇവരെ ലിവിങ് എക്സ്പെൻസിനുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിയും. ഇവർക്ക് അത് ഒരിക്കലും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. സെയിം ടൈം ഇപ്പോൾ അവർ ബാംഗ്ലൂരിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കുന്നത് വെച്ചാൽ അവർ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ലിവിങ് എക്സ്പെൻസ്. പിന്നെ നാട്ടിൽ 2 ഇയേഴ്സ് ആകുമ്പോൾ ഇവിടെ 1 ഇയർ ഉള്ളൂ. ഇവിടെ 1 ഇയർ കോഴ്സ് കഴിഞ്ഞാൽ 18 മന്ത് സ്റ്റേ ബാക്ക് ഉണ്ട്. ഇപ്പോൾ 2 ഇയർ ആണ്, അത് 18 മന്ത് ആക്കി. പക്ഷേ അവർക്കൊരു 1000 പൗണ്ട് വെച്ച് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. 1000 പൗണ്ട് വെച്ച് സേവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 50 to അല്ലെങ്കിൽ ഒരു 80 to 100% ഫണ്ട് നമുക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇവർ വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ് നമ്മൾ QS വേൾഡ് റാങ്കിങ്ങിലൊക്കെ നല്ല റാങ്കിങ് വളരെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ്, ചിലപ്പോൾ ടോപ്പ് 500 അല്ലെങ്കിൽ ടോപ്പ് 1000, ടോപ്പ് 1500 ഒക്കെ വരുന്ന യൂണിവേഴ്സിറ്റി. പിന്നെ അതുമാത്രമല്ല 2022-23 UK എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തു. അത് വലിയൊരു പോയിന്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് റെക്കഗ്നൈസും ചെയ്തു, എന്നിട്ട് ഇനി പുറത്ത് പോയി പഠിക്കരുത് നമ്മൾക്ക് പറയാൻ യാതൊരു റൈറ്റും ഇല്ല. അപ്പോൾ ഈ 1 ഇയർ MBA ആണോ ഇപ്പോൾ? അപ്രൂവ്ഡ് ആണ്, റെക്കഗ്നൈസ്ഡ് ആണ്. ആണല്ലേ? അപ്പോൾ ഇപ്പോൾ പബ്ലിക് ജോബുകൾക്ക് 2020 മുൻപേ അന്ന് പ്രൈവറ്റ് ജോബുകളാണ് കൂടുതൽ പറ്റുമായിരുന്നുള്ളൂ. ഈവൻ UK യിലായാലും മറ്റു രാജ്യങ്ങളൊക്കെ പോയി പഠിക്കുമ്പോൾ ഇപ്പോൾ പബ്ലിക് ജോബുകൾ ഈവൻ ഗവൺമെൻറ് ജോബുകൾക്കെല്ലാം ഈ UK ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പുറത്ത് പോയി പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയില്ല. അതിന് പകരമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് UK ഗവൺമെൻറ് ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് പറയുകയല്ല. ഞാൻ ഈ ഫീസ് ഇപ്പോൾ നിങ്ങൾക്കറിയാം, യു കെയിൽ പഠിക്കുന്ന ഡൊമസ്റ്റിക് ഫീസ് മാക്സിമം 9,000 to 10,000 പൗണ്ടാണ്. സെയിം ചിലപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പേ ചെയ്യുന്നതിൽ അതിൻ്റെ ഡബിളാണ്.
15,000 20,000 റുപ്പീസാണ്. അപ്പോൾ സോറി GBP ആണ്. അപ്പോൾ അതിനകത്ത് നെഗോഷിയേഷൻ ചെയ്തിട്ട് ഫീസ് കുറച്ച് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റുഡൻസിൻ്റെ അത്ര കൊണ്ടുവരാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ At നിന്ന് least near to it. That's a very good public അതെ, policy near to it. position. അതെ That's a very good point of discussion. നല്ല പോയിന്റ് ആണ്. അതെ അതെ അത് നമുക്കൊരിക്കലും നമുക്കത് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ നല്ല കൂടുതൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കുള്ള നല്ല മെറിറ്റ് ബേസിലൊക്കെ പാസ്സായവർക്ക് വിദേശത്ത് പോയി പഠിക്കാൻ സപ്പോർട്ട് ചെയ്യേണ്ട അവർക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് 2 to 3% ഇൻട്രസ്റ്റ് ലോണ് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വന്നപ്പോൾ ഒരുപാട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. പക്ഷെ നമ്മൾ എപ്പോഴും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറപ്പെടരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. ശരി, അപ്പൊ എക്സ്പെഷ്യലി UG അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ എക്സ്പെൻസ് തീർച്ചയായിട്ടും ഒരു ചലഞ്ചാണ്. ഇനിയും ലെറ്റ് മീ അഡ്രസ് ദി എലിഫന്റ് ഇൻ ദ റൂം. നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഒരു ഫാർ റൈറ്റ് അല്ലെങ്കിൽ ടൂ മച്ച്, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഓസ്ട്രേലിയയിൽ പോയപ്പോൾ പോലും അദ്ദേഹത്തിന് നേരെ പോലും ഒരു വംശീയ അധിക്ഷേപം ഉണ്ടായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പം വെസ്റ്റേൺ സൊസൈറ്റിയിൽ എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുക, അതായത് പഠിച്ചതിന് ശേഷം അവിടെ MBA ഫിനിഷ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ഫിനിഷ് ചെയ്ത ശേഷമോ ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു ലാർജർ ഇൻട്രസ്റ്റിലാണ്. കാര്യം എൻ്റെ ഫാമിലിയിൽ എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും എല്ലാം അവർ ദേ ആർ സെറ്റിൽഡ് ഇൻ UK. അദ്ദേഹം അവിടെ ഡോക്ടറാണ്, അടക്കമുള്ള പ്രൊഫഷനുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് ടു ബി. ഐ ഹാവ് ബീൻ ദെയർ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ്? ഇതാണല്ലോ അച്ഛനമ്മമാരുടെ മനസ്സിലുണ്ടാകുക വലിയൊരു ചലഞ്ചായിട്ട്. അവർക്ക് അവിടെ ജോലി കിട്ടുമോ? കുട്ടികളുടെ മനസ്സിൽ അല്ലെങ്കിൽ യുവാക്കളുടെ മനസ്സിലുണ്ട് ജോലി കിട്ടുമോ അവിടെ? അതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏത് രാജ്യത്തോട്ട് നമ്മൾ ജോബ് ഫോക്കസ് ചെയ്ത് പോകണം. ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ തിരിച്ചു വന്ന ജോലിയാണ് അല്ലെങ്കിൽ UK ജോബ് ചെയ്യാനാണ് പ്ലാൻ വെച്ചാൽ എന്താണോ ഈ വേക്കൻസി. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെൽത്ത് കെയറിൽ ഒരുപാട് പേര് BSc നഴ്സിംഗ് എല്ലാം പഠിക്കാൻ വരുന്നുണ്ട് ഇവിടെ. അവർക്ക് ഒരു 70 to 80% പിള്ളേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണോ അത് പഠിക്കാൻ വരികയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് എ ജോബ്. പക്ഷെ അത് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇനിയിപ്പോൾ നാളെ ജോബ് കിട്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ റിലേറ്റീവ് ഇവിടെ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഹെൽത്ത് സെക്ടറിൽ മെഡിസിനിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ടാണ് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലോക്കലിന് ആളെ കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് ഇന്റർനാഷണൽ എന്നുള്ള മാർക്കറ്റ് അവർക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നവർ അവരൊരു സ്കില്ലുള്ളവർക്കാണെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട്. എനിക്ക് തോന്നുന്നു അതോടൊപ്പം വിദേശ പഠനത്തിന്റെ ഒരു ഗുണം വിദേശത്ത് ജോലി കിട്ടില്ല. ഞങ്ങൾ മുമ്പ് സംസാരിച്ചപ്പം തോന്നിയൊരു പോയിന്റാണ്. അതായത് അപ്പം ഒരുപാട് ഇപ്പോൾ വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ആ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഫോറിൻ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ഒരു നാച്ചുറൽ പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ, കാര്യം ഇവർ ഗ്ലോബൽ എക്സ്പോഷർ ഉള്ളതാണ്. ആ പോയിന്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ആണ്. ഇപ്പോൾ നിങ്ങളാണ് HR വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഞാനും അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളാണ് HR. ഞാൻ UK പഠിച്ചു, പുള്ളിക്കാരൻ ഇന്ത്യയിൽ പഠിച്ചു. പക്ഷേ പുള്ളിക്കാരൻ ഇന്ത്യയിൽ പഠിച്ച് നല്ല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നിങ്ങൾ അതും പ്രിഫറൻസ് കൊടുക്കും. പക്ഷെ ഞാൻ UK പഠിച്ചത് നല്ല യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയാവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഇൻ്റർവ്യൂ ചെയ്യാൻ. പിന്നെ ആരാണോ പെർഫോം ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ത്യയിൽ 1200 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓൺലി 5 to 6% യൂണിവേഴ്സിറ്റീസ് ആണ് QS വേൾഡ് റാങ്കിൽ ഈ 1500 ലിസ്റ്റിനകത്ത് വരുന്നുള്ളൂ. സെയിം ടൈം UK കാനഡയിലായിക്കോട്ടെ UK മോർ ദാൻ 70% യൂണിവേഴ്സിറ്റീസ് ഈ ടോപ്പ് QS വേൾഡ് റാങ്കിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ IIT IIM കിട്ടുന്നത് ഞാൻ ഒരിക്കലും ഇവിടെ ഒന്ന് പഠിക്കണം എന്ന് പറയത്തില്ല. പക്ഷെ ആ ഒരു ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വിദേശത്ത് ആ ഒരു ലെവലിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് പിന്നെ വിദേശത്തെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇതൊക്കെയുള്ള ഒരു മെയിൻ റീസൺ പിള്ളേർ അബ്രോഡ് എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുന്നതിനൊരു മെയിൻ റീസൺ.
രജിലേഷ്, ഞാനൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിപ്പോൾ ഫിൻലാൻഡിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് നമ്മുടെ അതെ. ശ്രീ CM VD സതീശൻ ജിയെയും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റോജിയം ജോണിനെയും കാണുന്നുണ്ട്. അപ്പോൾ കേരളം ഒരുപാട് ഇപ്പോൾ ഫോറിൻ എഡ്യൂക്കേഷൻ കേരളത്തിലേക്കും കൂടെ കൊണ്ടുവരിക, വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഒക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. അത്തരം കാര്യങ്ങളെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ഒരു താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇതിനകത്ത് എന്താണെന്നറിയാം, ഇപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റീസിൽ കേരളത്തിലോ ഇനിയിപ്പോൾ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളോ വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, പക്ഷേ ഫീസ് ഇപ്പോൾ നിങ്ങൾ ഒരു റസൽ ഗ്രൂപ്പ് ഏറ്റവും ടോപ്പ് റാങ്ക്ഡ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗുജറാത്തിലോ ഡൽഹിയിലോ എങ്ങാണ്ട് സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട്. പക്ഷേ ഫീസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എഗെയിൻ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഞാനും നിങ്ങളും സ്റ്റുഡൻ്റാണ്. നമ്മുടെ കൊച്ചിയിൽ ഇവിടെ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി, ക്യൂൻ മേരി, അല്ലാന്നുണ്ടെങ്കിൽ ലീഡ്സ് യൂണിവേഴ്സിറ്റി നമ്മൾ കൊണ്ടുവന്നു ക്യാമ്പസ്. നിങ്ങൾ കൊച്ചിയിൽ പഠിക്കാൻ 25 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യും, UK വന്ന് പഠിക്കാൻ 25 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക UK ആണ്. കാരണം നമ്മൾ ഈ ഇന്ത്യയിൽ പഠിക്കുന്ന ആ ഒരു ബാച്ചിലുള്ളവർ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ളവരെ ഉണ്ടാകത്തുള്ളൂ നമുക്ക്. പക്ഷേ UK നിന്ന് പഠിക്കുമ്പോൾ 200+ കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസിലെ ഡിഫറെൻറ്റ് നമുക്ക് നെറ്റ്വർക്ക്, ഡിഫറെൻറ്റ് എക്സ്പോഷർ, അങ്ങനെ പിന്നെ ജോബ്, അങ്ങനെ ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷേ ഫീസ് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ, പകുതി ഫീസൊക്കെ ഉള്ളെങ്കിൽ പിന്നെയും നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം ഇന്ത്യയിൽ വെരി പഠിക്കാൻ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ, നമ്മളിത് ചെയ്തത് റെജുലേഷനെ പോലെ ഈ രംഗത്ത് ഓൾമോസ്റ്റ് 2 decades എക്സ്പീരിയൻസ് ഉള്ള ആളോട് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, എക്സ്പോഷർ, എക്സ്പീരിയൻസ്, ഇതിന്റെ മൂന്നിന്റെ അതെ, അതെ, ക്വാളിറ്റിയാണ് അവരെ അതെ, എല്ലാത്തിലും മാറ്റുന്നത്. അതിൽ എഡ്യൂക്കേഷൻ അതെ, എന്ന് പറയുമ്പോൾ അവർക്ക് കോണ്ടന്റ് മനസ്സിലാവും, കോൺസെപ്റ്റ്സ് മനസ്സിലാവും, കാര്യങ്ങൾ മനസ്സിലാകും. അവരുടെ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നല്ല നെറ്റ്വർക്ക്സ് ഉണ്ടാകും, ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസും കാര്യങ്ങളും ഒക്കെ അറിയും. അവരെ എക്സ്പീരിയൻസിലൂടെ ഒരു പുതിയ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആവും. ഇതുകൊണ്ടാണല്ലോ നമ്മൾ മക്കളെ അത്തരം എക്സ്പോഷറിനും കാര്യങ്ങൾക്കും വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് പോയിന്റ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്ന, എനിക്ക് തോന്നുന്നു, ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോയിന്റ്, വിദേശ പഠനം തീർച്ചയായിട്ടും നല്ലതാണ്, അതിന് ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്. പക്ഷേ ആ ഫീൽഡിൽ അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. ആ മാറുന്ന വെസ്റ്റേൺ വേൾഡും, എസ്പെഷ്യലി വെസ്റ്റേൺ വേൾഡും അടക്കം മനസ്സിലാക്കി വേണം നമ്മുടെ വിദ്യാർത്ഥികളോടെ പോകാൻ. അല്ലെങ്കിൽ അസിമിലേഷനോ ഇൻ്റഗ്രേഷനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, അവിടുത്തെ സിറ്റിസൺ ആണോ, അതിൻ്റെതായ ചലഞ്ചസ് കാര്യങ്ങളുണ്ട്. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇനി ഒരു കാര്യം കൂടെ, പോകുന്ന കുട്ടികൾ, അതായത് ചില പേരൻസ് ആർ വില്ലിംഗ് ടു സെൻഡ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഫോർ എക്സാമ്പിൾ, അത് അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നെറ്റ്വർക്ക് ഉണ്ടാകണം, ഫോറിൻ നെറ്റ്വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളിലടക്കം ഇത് തീരുമാനം എടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്താ ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ കഴിയുക? നമ്മൾ അവർക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള കോഴ്സ് വേണം തിരഞ്ഞെടുക്കാൻ, അതിനനുസരിച്ചുള്ള കൺട്രീസ് വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ അവർക്ക് ഫീസ് അഫോർഡ് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, അവർ എന്താണ് ഇപ്പോൾ UK ഹെൽത്ത് കെയറിൽ, അപ്പോൾ അത്രയും ജോബ് വാക്കൻസീസ് ഉള്ള, ജോബ് ഡിമാൻഡ്, ഫ്യൂച്ചറിൽ എന്താണോ ഡിമാൻഡ്, അതിനനുസരിച്ചുള്ള കോഴ്സുകൾക്ക് വേണം വരാൻ. പിന്നെ അതേപോലെ നമ്മൾ ഒരിക്കലും UK ഓസ്ട്രേലിയയിലോട്ടോ അല്ലെങ്കിൽ കാനഡയിലോട്ടാണെങ്കിൽ US പോകുമ്പോൾ നമ്മൾ ജോബ് 100% കിട്ടും, നമുക്ക് അവിടെ സെറ്റിൽ ആവുന്നില്ല ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ വരാതെ ഇരിക്കാവും നല്ലത്. പക്ഷേ സെയിം ടൈം നമുക്ക് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ UK ഗവൺമെൻറ്റോ മറ്റുള്ള ഒരിക്കലും ഇവിടെ നിൽക്കരുതെന്ന് പറയുന്നില്ല, നമുക്കത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ എനിക്കറിയത്തില്ല, പിന്നെ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ വരുന്നുണ്ട് ഇവിടെ. ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിനായിട്ട് ഒരു നെഗറ്റീവ് അപ്രോച്ച്, അതൊക്കെ ചുമ്മാ പറയാണ് കേട്ടോ. അതൊന്നും എക്സാജറേറ്റഡ് ആണ് അല്ലേ? അതെ, ഈ അങ്ങനെ റേസിസം ഒന്നും ഇല്ലെന്നല്ല, പക്ഷെ പല ഇൻസ്റ്റൻസസും ദേ ആർ ബ്ലോയിങ് ഇറ്റ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. അത് അതെ, അമിതമായി അതിശയോക്തിവൽക്കരിച്ചതാണ്. അതെ. ഓരോ രാജ്യത്തെ അതിപ്പോ ഈ ഗവൺമെന്റ് നെഗറ്റീവായി എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരിക്കലും അതൊരു റേസിസത്തിനുള്ള ഒരു വേർഡ് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊക്കെ ഒരു 10-20 വർഷത്തോളമായി. എൻ്റെ മോനൊക്കെ ഇവിടെയല്ല വളരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഒന്നും ഞാൻ ഇതുവരെ നേരിട്ടില്ല. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കണക്ഷൻസ് ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിലൊക്കെ അവർക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചൈന അതേപോലെ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്നൊക്കെ ലാസ്റ്റ് 20 വർഷമായിട്ട് അവർ യൂത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിച്ച് സ്കിൽഡ് ആയിട്ട് കമ്മിങ് ബാക്ക് ടു ദെയർ ഓൺ കൺട്രി ടു ഡെവലപ്പ് അവരുടെ കൺട്രീസ്. മിഡിൽ ഈസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. മിഡിൽ ഈസ്റ്റ് കൺട്രീസ് അതേപോലെ തന്നെ ചൈന ലാസ്റ്റ് 20 വർഷമായിട്ട് അവർ യൂത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി പോയി പഠിച്ചിട്ട് അവരുടെ സ്വന്തം രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുക പറ്റുന്നുണ്ട്.
അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ബ്രില്യൻ പോയിന്റ്. അതുകൊണ്ടാണ് ഞാനൊന്ന് റീസ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് ഡെവലപ്പിംഗ് നേഷൻസ് ഡെവലപ്ഡ് ആയ നേഷൻസിൽ പോയി അവരുടെ എഡ്യൂക്കേഷനും എക്സ്പോഷറും എടുക്കുകയും ആ ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിംഗ് ആകുകയും തിരിച്ച് അവരവരുടേതായ നാട്ടിലടക്കം വന്ന് ആ നാടിന്റെ വികസനത്തിനും ആ നാടിന്റെ വളർച്ചയ്ക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ട്രൂലി ഗ്ലോബൽ സിറ്റിസൺസ് ആകുന്നത്. അല്ലാതെ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന ആറ്റിറ്റ്യൂഡ് കൊണ്ടല്ല. ഈ സിനർജി എന്ന് നമുക്ക് വേണം. ഇപ്പം അമേരിക്കൻ ടെർമിനോളജിയിൽ നമ്മുടെ ചെല്ലുന്നവരെ ഇന്ത്യൻ അമേരിക്കൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അവിടെ പോകുന്നവരെ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഇന്റഗ്രേഷൻ, സ്വന്തം രാജ്യത്തിന്റെ റൂട്ട്സും കാര്യങ്ങളും വേണം, എന്നാൽ ഒരു ഗ്ലോബൽ വിങ്സും വേണം എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. ഞങ്ങൾക്ക് ഇനിയും നമ്മുടെ സമയം അവസാനിക്കുമ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു കോണ്ടൂർസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർക്കിന്റെ സ്പെസിഫിക്സ് എന്തെങ്കിലും കൂടെ പറയാം. അല്ല, ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ഒരു 50% സ്റ്റുഡൻസ് ആണ് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഹൈദരാബാദ്, അതേപോലെ തന്നെ ചെന്നൈ, പിന്നെ ഡൽഹി, മുംബൈ, ഗുജറാത്ത്, പഞ്ചാബ്, പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്ര, അതേപോലെ തന്നെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ചെന്നൈ, പഞ്ചാബ്, അതിനുശേഷം കേരളം വരുന്നുള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് വിദേശത്ത് പോയി പഠിക്കുന്ന വർഷങ്ങളായിട്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പിന്നെ ഗ്ലോബൽ സ്റ്റഡിയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, നൈജീരിയ, ഫിലിപ്പീൻസ്. പക്ഷേ ഇപ്പം മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇന്ത്യ ലാർജ് മാർക്കറ്റാണ്, മാക്സിമം ഇന്ത്യ കവർ ചെയ്യാന്നുള്ളൊരു ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ്. നമ്മളാണല്ലോ അടുത്തൊരു നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഒക്കെ കാരണം നമ്മളാണ് വൺ ഓഫ് ദി ലാർജസ്റ്റ് മാർക്കറ്റ്. അപ്പോൾ എന്തായാലും 2-3 കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് ഒരു ഇൻപുട്ട് കിട്ടിയത്. കാര്യം എൻ്റെ മകനെയും ഭാവിയിൽ അങ്ങനെ ഒരു എക്സ്പോഷറിന് വേണ്ടി അയക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അവിടുത്തെ എഡ്യൂക്കേഷൻ വാല്യൂബിൾ ആണ്. ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി UK എഡ്യൂക്കേഷനും യൂറോപ്യൻ എഡ്യൂക്കേഷനും ആർ ഹൈലി റിഗാർഡഡ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. പക്ഷേ നമുക്ക് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനോടെ പോകരുത്. റിയലിസ്റ്റിക് ആയ പല ചലഞ്ചസും ഉണ്ടാകും. ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യണം. അവർക്കൊരു പെർഫെക്റ്റ് ആയ ഫ്യൂച്ചർ പ്ലാൻ വേണം. അവർക്ക് കൃത്യമായി ഫ്യൂച്ചർ പ്ലാൻ. ഈ ഫ്യൂച്ചർ പ്ലാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം അവർക്ക് കിട്ടുന്ന സമയവും എല്ലാം റിസോഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. അവരപ്പോൾ അതിലൂടെ ഇന്ത്യൻ ഗ്ലോബൽ സിറ്റിസൺസ് ആയി മാറുകയും വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും വർക്ക് ചെയ്ത് അവരുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർക്ക് അവരുടെ എനർജി ചാനലൈസ് ചെയ്യാൻ കഴിയും അല്ലേ? അങ്ങനല്ലേ നമുക്ക് തീർച്ചയായും. അതെ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണെങ്കിൽ ഈവൻ തിരിച്ചു വരുന്നവർക്ക് നല്ല ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള കൂടുതൽ സ്റ്റുഡൻസിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എത്ര പേര് ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നുണ്ട്, എത്ര പേര് പൂനെയിൽ പോയി പഠിക്കുന്നുണ്ട്, അതൊക്കെ ഡൊമസ്റ്റിക് സ്റ്റുഡൻസ്. അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്യണം. എന്നിട്ട് പതിയെ മറ്റുള്ള രാജ്യങ്ങൾ, അതിന് ചിലപ്പോൾ വിദേശ ക്യാമ്പസുകളൊക്കെ വാരപ്പെടും. ബട്ട് സ്റ്റിൽ ഈ ഫീസിന്റെ കാര്യത്തിൽ എനിക്കൊരു കൺസേൺ. ദാറ്റ്സ് ഗോയിങ് ടു ബി ദ ക്രിട്ടിക്കൽ തിങ്. കാര്യം ഇത് ചിന്തിക്കുന്നത് കൂടുതലും മിഡിൽ ക്ലാസ്സും ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ്സും ആണല്ലോ. അതായത് പണ്ട് മുതലേ പോരുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സുമാണ്. ഇത് ചിന്തിക്കുന്നത് മിഡിൽ ക്ലാസ്സും ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ വിളിക്കുന്ന സെഗ്മെന്റ്സ് ആണ്. അവരാണ് കുറെ കൂടെ ജീവിതത്തിൽ ഉയരണം, തങ്ങളെക്കാൾ തങ്ങളുടെ മക്കൾ ഉയരണം, കുറെ കൂടെ വലിയ സ്റ്റേഷനിൽ എത്തണം എന്നൊക്കെ കരുതുന്നത്. അപ്പം ആ സെഗ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കണം. വിദേശ പഠനത്തിന് പോകുന്നതിന് മുമ്പ് ഈ കോൺവെർസേഷൻ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ രജുലേഷ്, എനിത്തിങ് എൽസ് ടു ആഡ്? ഇല്ല, ദാറ്റ്സ് ഓൾമോസ്റ്റ് ഫൈൻ. പിന്നെ അതേപോലെ തന്നെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കോളൂ, നമ്മുടെ മാരുതി 800 ഉപയോഗിച്ച് അന്ന് നമുക്ക് അത്ര അഫോർഡ് ചെയ്യുള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഒരുപാട് ഡെവലപ്പായി. അപ്പോൾ നമുക്ക് വിദേശ വിദ്യാഭ്യാസം നമുക്ക് കഴിയും. പക്ഷെ കഴിയുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഫിനാൻഷ്യലി വളരെ ഒന്ന് കെയർഫുൾ ആവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് UK പ്യുവറായിട്ട് വന്ന് പഠിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട്. UK അല്ല, US അല്ല, ഓസ്ട്രേലിയ, ഇപ്പോൾ കാനഡ ആയിക്കോട്ടെ, ദർ ഇസ് നോ ഡൗട്ട്, ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. താങ്ക് യു സോ മച്ച്. ആ എക്സാമ്പിൾ തന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു സം അപ്പ്. മാരുതി 800 ആയിരുന്നു നമ്മൾ. മാരുതി 800 ഇന്ന് നല്ല കാറാണ്. പക്ഷേ കാലം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്, അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇന്ന് മഹീന്ദ്രയായി, നാളെ മെർസിഡീസ് ബെൻസ് ആവും. അങ്ങനെയുള്ള കാലത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമുക്കും വളരുകയും മെച്ചപ്പെടുകയും ഫ്ലറിഷ് ചെയ്യും. ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വാക്ക് കടമെടുത്താൽ ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യണം. അതിന് വിദേശ വിദ്യാഭ്യാസം വളരെയധികം സഹായിക്കും. അപ്പോൾ ശ്രീ രജുലേഷ് വട്ടപ്പറമ്പിൽ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ എക്സ്പെർട്ടീസ് from your own experience. Thank you for inviting me. It's a definite privilege. അപ്പോൾ അതിന്റെ പോസിറ്റീവ്സും, ഐ വുഡ് സേ പോസിറ്റീവ്സ് ആൻഡ് ചലഞ്ചസ്, പോസിറ്റീവ്സ് ആൻഡ് ഏരിയാസ് ടു ഓവർകം, അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടുകൂടിയാണ് നമ്മൾ പോകേണ്ടത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.